ഹായ്, നമസ്കാരം. ഈ ആഴ്ചത്തെ സിനിമാ വിശേഷത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഈ ആഴ്ച 30/1/2026 വെള്ളിയാഴ്ച 3 പ്രധാന ചിത്രങ്ങളാണ് റിലീസായിരിക്കുന്നത്. അതിലൊന്നാമത്തേത് വലതുവശത്തെ കള്ളൻ എന്ന ചിത്രമാണ്. രണ്ടാമത്തെ പടം പ്രകമ്പനമാണ്. മൂന്നാമത്തെ പടം ക്രിസ്റ്റീനയാണ്. ഇതിലാദ്യം നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് വലതുവശത്തെ കള്ളൻ എന്ന പടമാണ്. വലതുവശത്തെ കള്ളൻ എന്ന ചിത്രം മലയാളത്തിലെ മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ ജിത്തു ജോസഫിൻ്റെ കരിയറിലെ ഏറ്റവും വ്യത്യസ്തമായ പരീക്ഷണങ്ങളിൽ ഒന്നാണ്. കുറ്റാന്വേഷണത്തെക്കാൾ ഉപരി മനുഷ്യബന്ധങ്ങളിലെ പൊള്ളത്തരങ്ങളും പ്രതികാരത്തിൻ്റെ തീവ്രതയും ചർച്ച ചെയ്യുന്ന ഈ സിനിമയുടെ വിശദമായ റിവ്യൂ ആണ് നമ്മളിന്ന് നോക്കുന്നത്. CI ആൻ്റണി സേവ്യർ ഒരു കടുത്ത സ്വഭാവക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥനാണ്. ആ വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് ബിജു മേനോനാണ്. തൻ്റെ മകൻ ഫിലിപ്പിൻ്റെ തെറ്റുകൾ പോലും അധികാരം ഉപയോഗിച്ച് മറച്ചു വയ്ക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നു. എന്നാൽ വൈഷ്ണവി രാജ് എന്ന പെൺകുട്ടിയോട് ആൻ്റണി സേവ്യർ കാട്ടുന്ന അനീതിക്ക് മറുപടി നൽകാൻ അവളുടെ പിതാവ് സാമുവൽ ജോസഫ് എത്തുകയാണ്. അത് കൈകാര്യം ചെയ്തിരിക്കുന്നത് ജോജു ജോർജാണ്. സാമുവൽ തൻ്റെ ബുദ്ധിയും സാങ്കേതികവിദ്യയും ഉപയോഗിച്ച് ആൻ്റണിയുടെ ജീവിതത്തെ എങ്ങനെ തകർക്കുന്നു എന്നതും തൻ്റെ മകനെ കണ്ടെത്താനായിട്ട് ആൻ്റണിക്ക് സാമുവൽ വയ്ക്കുന്ന കടങ്കഥകൾ പൂരിപ്പിക്കേണ്ടി വരുന്നതുമാണ് സിനിമയുടെ കാതൽ എന്ന് പറയുന്നത്. ഈ സിനിമയുടെ സംവിധാനം ജിത്തു ജോസഫ് ആണെന്ന് പറഞ്ഞു. ദൃശ്യം പോലെയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറല്ല ജിത്തു ഇവിടെ പരീക്ഷിച്ചത്. ഇതിനെ ഒരു ഇൻ്റലക്ച്വൽ ക്രൈം ഡ്രാമ എന്ന് വിളിക്കാം. പ്രേക്ഷകനെ മുൾമുനയിൽ നിർത്തുന്നതിനേക്കാൾ കഥാപാത്രങ്ങളുടെ വൈകാരിക തലത്തിനാണ് സംവിധായകൻ മുൻഗണന നൽകിയത്. തിരക്കഥ ചെയ്തിരിക്കുന്നത് ഡിനു തോമസ് ഈലനാണ്. ബൈബിളിൻ്റെ റെഫറൻസും മനോവിശകലനവും ഒത്തിണക്കിയ ഒരു തിരക്കഥയാണിത്. എന്നാൽ സിനിമയുടെ രണ്ടാം പകുതിയിലെ ചില പസിലുകൾ പ്രേക്ഷകനെ അല്പം ആശയക്കുഴപ്പത്തിലാക്കി എന്ന് വരാം. ഛായാഗ്രഹണം, സംഗീതം നോക്കുകയാണെങ്കിൽ സതീഷ് കുറുപ്പിൻ്റെ ദൃശ്യങ്ങൾ സിനിമയുടെ ഡാർക്ക് മൂഡിന് വലിയ സഹായം തന്നെ നൽകുന്നുണ്ട്. വിഷ്ണു ശ്യാമിൻ്റെ പശ്ചാത്തല സംഗീതം സിനിമയിലെ ഉദ്വേഗം നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ബിജു മേനോനും ജോജു ജോർജും തമ്മിലുള്ള അഭിനയ മുഹൂർത്തങ്ങൾ വളരെ രസകരമാണ്. മേക്കിംഗ് നോക്കുവാണെങ്കിൽ ഒരു സാധാരണ പ്ലോട്ടിനെ വളരെ സ്റ്റൈലിഷായി ജിത്തു ജോസഫ് അവതരിപ്പിച്ചിരിക്കുന്നു. കാസ്റ്റിംഗ് ഓരോ കഥാപാത്രത്തിനും അനുയോജ്യമായ താരങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പോരായ്മകളുണ്ട്. വേഗതയാണ് അതിൻ്റെ പോരായ്മ. രണ്ടാം പകുതിയിൽ സാമുവൽ ആൻ്റണിക്കായി ഒരുക്കുന്ന ടാസ്കുകൾ ചിലപ്പോൾ ചിലർക്ക് ഇഴച്ചിൽ തോന്നിച്ചേക്കാം. ജിത്തു ജോസഫ് ചിത്രമായതിനാൽ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ക്ലൈമാക്സ് ട്വിസ്റ്റ് അത്രത്തോളം ആഘാതം നൽകിയേക്കില്ല. തങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിയാത്തവർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ സിനിമ. സിനിമ കണ്ടിറങ്ങുമ്പോൾ സാമുവൽ ജോസഫ് എന്ന പിതാവിനോട് നമുക്ക് തോന്നുന്ന സഹതാപവും ആൻ്റണി സേവ്യറിനോട് തോന്നുന്ന വെറുപ്പുമാണ് സിനിമയുടെ വിജയം. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന ചിത്രം വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത് 2026 ജനുവരി 30 പുറത്തിറങ്ങിയ പ്രകമ്പനം എന്ന ഹൊറർ കോമഡി ചിത്രത്തിൻ്റെ സമഗ്രമായ ഒരു റിവ്യൂ ആണ്. എറണാകുളത്തെ ഒരു ഹോസ്റ്റൽ പശ്ചാത്തലമാക്കിയാണ് സിനിമ ആരംഭിക്കുന്നത്. ഇതിൽ സിദ്ധാർത്ഥ്, പുണ്യാളൻ, ശങ്കരൻ എന്നീ കഥാപാത്രങ്ങളാണ്. അതിൽ സിദ്ധാർത്ഥ് എന്ന കഥാപാത്രം ചെയ്തിരിക്കുന്നത് ഗണപതിയാണ്. പുണ്യാളൻ ചെയ്തിരിക്കുന്നത് സാഗർ സൂര്യയാണ്. ശങ്കരൻ എന്ന കഥാപാത്രം ചെയ്തിരിക്കുന്നത് അൽ അമീനാണ്. ഈ 3 സുഹൃത്തുക്കളുടെ ഹോസ്റ്റൽ ജീവിതവും അവിടുത്തെ രസകരമായ സംഭവങ്ങളുമാണ് കഥയുടെ കാതൽ. കോളേജ് ഇലക്ഷനിൽ സിദ്ധാർത്ഥ് ജയിച്ചാൽ മാത്രം തുറക്കാമെന്ന് പറഞ്ഞ് സുഹൃത്തുക്കൾ സൂക്ഷിച്ചു വെച്ച മദ്യക്കുപ്പി അപ്രതീക്ഷിതമായി ഒരു പ്രേതബാധയിലേക്ക് അവരെ നയിക്കുകയാണ്. സിദ്ധാർത്ഥിൻ്റെ അമ്മൂമ്മയുടെ മരണവും തുടർന്നുണ്ടാകുന്ന നിഗൂഢ സംഭവങ്ങളും ഹോസ്റ്റലിലെ ചിരിയും ഭയവും കലർന്ന നിമിഷങ്ങളുമാണ് ചിത്രം പറയുന്നത്. ഇതിലെ സാഗർ സൂര്യയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ചിത്രത്തിലെ യഥാർത്ഥ ഷോ സ്റ്റീൽ സാഗർ സൂര്യയാണ്. പ്രേതം ബാധിച്ച അവസ്ഥയിലെ അദ്ദേഹത്തിൻ്റെ ശാരീരിക ഭാഷയും ഭാവമാറ്റങ്ങളും മികച്ചതാണ്. കോമഡിയും ഹൊററും ഒരുപോലെ കൈകാര്യം ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഗണപതിയാണെങ്കിൽ പക്വതയുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത്. തമാശ രംഗങ്ങളിലും ഇമോഷണൽ രംഗങ്ങളിലും ഗണപതി തൻ്റെ സ്വാഭാവിക ശൈലി നിലനിർത്തിയിട്ടുണ്ട്. അൽ അമീൻ സോഷ്യൽ മീഡിയയിലൂടെ സുപരിചിതനായ അൽ അമീനാണ്. തൻ്റെ ടൈമിംഗ് കൊണ്ട് പലയിടത്തും ചിരി ഉണർത്തിയിട്ടുണ്ട്. മല്ലിക സുകുമാരൻ്റെയും PP കുഞ്ഞികൃഷ്ണൻ്റെയും പ്രകടനം നോക്കുവാണെങ്കിൽ ചെമ്പകത്ത് രുക്മിണിയായി മല്ലിക സുകുമാരൻ തൻ്റെ പ്രൗഢമായ അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. PP കുഞ്ഞികൃഷ്ണനും അസീസ് നെടുമങ്ങാടും
തമാശകളിൽ സ്കോർ ചെയ്തു എന്ന് വേണം പറയാൻ. അതിഥി വേഷത്തിലെത്തുന്ന രാജേഷ് മാധവൻ സ്റ്റാനിസ് സ്ലാവിസ്കി ആയിട്ടാണ് എത്തുന്നത്. അതൊരു റഷ്യൻ ബാധയൊഴിപ്പിക്കലുകാരനായിട്ടാണ് എത്തുന്നത്. അത് തിയേറ്ററിൽ തീർച്ചയായിട്ടും പൊട്ടിച്ചിരി പടർത്തുന്ന ഒരു രംഗമാണ്. സംവിധാനവും തിരക്കഥയും നോക്കുകയാണെങ്കിൽ നദികളിൽ സുന്ദരി യമുനയ്ക്ക് ശേഷം വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു ലോജിക്കില്ലാത്ത ഫ്രീ വീലിംഗ് ഹൊറർ കോമഡിയാണ്. ശ്രീഹരി വടക്കൻ്റെ തിരക്കഥ ക്യാമ്പസ് തമാശകളെയും നാടൻ പശ്ചാത്തലത്തെയും നന്നായി കോർത്തിണക്കിയിട്ടുണ്ട്. എങ്കിലും രണ്ടാം പകുതിയിൽ കഥ ഒരേ സ്ഥലത്ത് ചുറ്റിക്കറങ്ങുന്നത് പോലെയൊക്കെ ചിലർക്ക് അനുഭവപ്പെട്ടേക്കാം. ബിപിൻ അശോകൻ്റെ പാട്ടുകളും ശങ്കർ ശർമ്മയുടെ പശ്ചാത്തല സംഗീതവുമാണ് ചിത്രത്തിലെ നട്ടെല്ല് എന്ന് പറയുന്നത്. ഹൊറർ രംഗങ്ങളിൽ പോലും സംഗീതം ഒരു പ്രത്യേക മൂഡ് തന്നെ നൽകുന്നുണ്ട്. ആൽബി ആൻ്റണിയുടെ ദൃശ്യങ്ങൾ കണ്ണൂരിലെ തറവാട് അന്തരീക്ഷവും ഹോസ്റ്റൽ മുറികളും മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് സൂരജ് ES ആണ്. എഡിറ്റിംഗ് സിനിമയുടെ വേഗത നിലനിർത്താനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഹൊറർ കോമഡി ജോണർ ഇഷ്ടപ്പെടുന്നവർക്ക് ഒട്ടും വിരസമില്ലാതെ കണ്ടിരിക്കാവുന്ന ഒരു ചിത്രമാണിത്. താരങ്ങളുടെ കെമിസ്ട്രിയും സ്വാഭാവികമായ തമാശകളുമുണ്ട്. കലാഭവൻ നവാസിൻ്റെ അവസാന ചിത്രമെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ ശ്രദ്ധേയമാണ്. പോരായ്മകളൊക്കെ നോക്കുകയാണെങ്കിൽ തിരക്കഥയിലെ പ്രവചന സ്വഭാവം ഒരു പോരായ്മയാണ്. ചില രാഷ്ട്രീയ തമാശകളും സംഭാഷണങ്ങളും അല്പം വിവാദപരമായേക്കാം എന്ന ഒരു വിമർശനമുണ്ട്. ഹൊറർ രംഗങ്ങളിൽ ചിലയിടത്ത് വിഷ്വൽ എഫക്ട്സ് കുറച്ചുകൂടി മെച്ചപ്പെടുത്താമായിരുന്നു എന്ന് തോന്നി. പ്രകമ്പനം ഒരു കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനറാണ്. രോമാഞ്ചം പോലുള്ള സിനിമകൾ ഇഷ്ടപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും ഈ ചിത്രം ആസ്വദിക്കാനായിട്ട് കഴിയും. അധികം ഗൗരവകരമായ ചിന്തകളില്ലാതെ പോയി ചിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച ചോയ്സാണ്. ഇതിൻ്റെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ 3 ഔട്ട് ഓഫ് 5 ആണ്. അടുത്തൊരു പടം സുദർശനൻ സംവിധാനം ചെയ്ത് 2026 ജനുവരി 30 തിയേറ്ററുകളിലെത്തിയ ക്രിസ്റ്റീനയാണ്. ഇതൊരു ക്രൈം മിസ്റ്ററി ത്രില്ലർ പടമാണ്. വിശദമായ ഒരു അവലോകനമാണ് നമ്മൾ നോക്കുന്നത്. ഒരു ഉൾനാടൻ ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സിനിമയുടെ കഥ നടക്കുന്നത്. അവിടെ അപ്രതീക്ഷിതമായി എത്തുന്ന ഒരു യുവ സെയിൽസ് ഗേളിൻ്റെ തിരോധാനവും തുടർന്നുണ്ടാകുന്ന നിഗൂഢമായ സംഭവങ്ങളുമാണ് ചിത്രം കൈകാര്യം ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ തിരോധാനം ആ ഗ്രാമത്തിലെ മനുഷ്യരുടെ ജീവിതത്തെയും അവിടുത്തെ രഹസ്യങ്ങളെയും എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് സിനിമയുടെ കാതൽ എന്ന് പറയുന്നത്. സുനീഷ് K. ജാൻ, കലാഭവൻ നന്ദന എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇരുവരും തങ്ങളുടെ വേഷങ്ങൾ മനോഹരമാക്കി. പ്രത്യേകിച്ച് നന്ദനയുടെ പ്രകടനം കഥയിലെ നിഗൂഢത നിലനിർത്താനായിട്ട് സഹായിച്ചിട്ടുണ്ട്. കൂടാതെ സുധീർ കരമന, MR ഗോപകുമാർ എന്നിവർ പരിചയസമ്പന്നരാണ്. ഈ നടന്മാരുടെ സാന്നിധ്യം സിനിമയ്ക്ക് വളരെ കരുത്ത് നൽകുന്നുണ്ട്. ഗ്രാമത്തിലെ കാരണവർ വേഷത്തിൽ ഗോപകുമാർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ആര്യ ബഡായി, നസീർ സംക്രാന്തി എന്നിവരാണ് മറ്റുള്ള താരങ്ങൾ. തമാശ കലർന്ന ഗൗരവ വേഷങ്ങളിൽ ഇവർ ശ്രദ്ധിക്കപ്പെട്ടു. ആര്യയുടെ കഥാപാത്രത്തിന് സിനിമയിൽ നിർണായക സ്ഥാനമുണ്ട്. സീമാജി നായർ അവതരിപ്പിച്ച അമ്മയുടെ വേഷം വൈകാരികമായ മുഹൂർത്തങ്ങൾ മികച്ച രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സംവിധാനവും തിരക്കഥയും നോക്കുകയാണെങ്കിൽ സുദർശൻ ഒരുക്കിയ ഈ ചിത്രം ഒരു ക്ലാസിക് ഇൻവെസ്റ്റിഗേഷൻ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. സാധാരണക്കാരെ ബാധിക്കുന്ന ചില സാമൂഹിക പ്രശ്നങ്ങളെ ക്രൈം ത്രില്ലർ ഗണത്തിൽപ്പെടുത്തി അവതരിപ്പിക്കാൻ സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട്. തിരക്കഥയിലെ ഇഴച്ചിൽ ചിലയിടങ്ങളിൽ അനുഭവപ്പെട്ടുമെങ്കിലും സസ്പെൻസ് നിലനിർത്തുന്നതിൽ ചിത്രം പരാജയപ്പെട്ടില്ല എന്ന് വേണം പറയാൻ. സാങ്കേതിക വശങ്ങൾ നോക്കുകയാണെങ്കിൽ ഛായാഗ്രഹണം ഷമീർ ജിബ്രാൻ്റെയാണ്. ഷമീർ ജിബ്രാൻ്റെ ക്യാമറ ഗ്രാമീണ ഭംഗിയും അതേസമയം കഥയിലെ നിഗൂഢതയും കൃത്യമായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട്. സംഗീതം ശ്രീനാഥ് S. വിജയിൻ്റെ പശ്ചാത്തല സംഗീതമാണ്. ചിത്രത്തിൻ്റെ മൂഡിന് തന്നെ അനുയോജ്യമായ ഒന്നാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അക്ഷയ് സൗദയുടെ എഡിറ്റിംഗ് 2 മണിക്കൂർ 11 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമയെ ബോറടിപ്പിക്കാതെ കൊണ്ടുപോകാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഒരു മിസ്റ്ററി കൊണ്ടുവന്ന രീതി, മികച്ച ഒരു കാസ്റ്റിംഗ്, എല്ലാവരും തങ്ങളുടെ വേഷങ്ങളോട് നീതി പുലർത്തിയിട്ടുണ്ട്. കൂടാതെ ക്ലൈമാക്സിലെ ചില വെളിപ്പെടുത്തലുകളൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. ഇതിൻ്റെ പോരായ്മകൾ നോക്കുകയാണെങ്കിൽ ആദ്യ പകുതിയിൽ കഥയുടെ വേഗത കുറവായി അനുഭവപ്പെട്ടേക്കാം. വലിയ പബ്ലിസിറ്റി ഇല്ലാതെ എത്തിയതിനാൽ പലർക്കും ഈ സിനിമയെക്കുറിച്ച് അറിവില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ചില സീനുകളിലൊക്കെ സ്ഥിരം ക്ലീഷേ ക്രൈം ത്രില്ലർ ശൈലി പിന്തുടരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ്. വലിയ താരനിരയോ അവകാശവാദങ്ങളോ ഇല്ലാതെ എത്തിയ ക്രിസ്റ്റീന ഒരു ഡീസൻറ്റ് ക്രൈം ത്രില്ലറാണ്. കുടുംബത്തോടൊപ്പം കാണാവുന്ന രീതിയിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്.
ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു തവണ കണ്ടിരിക്കാവുന്ന ഒരു നല്ലൊരു സിനിമയാണിത്. റേറ്റിംഗ് നോക്കുവാണെങ്കിൽ 2.5 ഔട്ട് ഓഫ് 5 ആണ്. ഏതായാലും ഈ ആഴ്ചത്തെ സിനിമാ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ഏത് പടമാണ് ഈ ആഴ്ച കണ്ടത്, അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നത് ഇതിലേത് പടമാണ് എന്ന് കമൻറ്റ് ബോക്സിലിടുക. അടുത്തയാഴ്ച പുതിയ സിനിമാ വിശേഷങ്ങളുമായി വരുന്നത് വരെ ദിസ് ഈസ് പ്രവീൺ ശ്രീരംഗം. ടേക്ക് കെയർ. ബൈ ബൈ.